പെൺകുട്ടികൾക്ക് ഇപ്പൊ ഗ്രൂപ്പ് പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഉണ്ട്. ആൺകുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി അത്രയില്ല. പിന്നെ ശരിക്കും പറഞ്ഞാല് ആൺകുട്ടികൾ ഈ നൃത്തരംഗത്തേക്ക് വരണം അല്ലെങ്കിൽ ക്ലാസിക്കലി ട്രെയിൻ ആകണം എന്നുള്ള അവരുടെ പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്ത് വരണമല്ലോ. അപ്പൊ പെൺകുട്ടികളെ നൃത്തം പഠിക്കാൻ അയക്കുന്നതിന്റെ അത്രയും സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ബോയ്സിനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ വേണ്ടി ആളുകള് വിടുമെന്നുള്ളത്. ഒരു സ്ത്രൈണത വരുമോ എന്ന് പേടിച്ചിട്ടല്ലേ പലരും. ശരിക്കും അങ്ങനെ വരുമോ? അങ്ങനെ ഒരു സ്ത്രൈണത? അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പേടിയുള്ള പേരൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാല് ക്ലാസിക്കലായിട്ട് പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്താൽ ഈ പറയുന്ന നൃത്തം പഠിച്ചത് കൊണ്ട് സ്ത്രൈണത വരത്തില്ല. ഇല്ലില്ല. അതല്ലാതെ അവർക്ക് ജനറ്റിക്കലി ഉള്ള സ്ത്രൈണത നൃത്തം പഠിക്കാൻ പോകുമ്പോൾ മേ ബി അത് കൂടുമായിരിക്കാം, അല്ലെങ്കിൽ അത് പുറത്തോട്ട് കമ്മൗട്ട് ചെയ്ത് വരാനുള്ള ഒരു ചാൻസ് കൂടുതൽ കിട്ടുന്ന കാണും. അല്ലാതെ ഒരു ആൺകുട്ടി നൃത്തം പഠിച്ചത് കൊണ്ട് സ്ത്രൈണ ഭാവമുള്ള ഒരാളായി പോകുമെന്ന് തോന്നുന്നില്ല. ഇല്ല. ഇപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ ശിവൻ മെയിൽ ക്യാരക്ടറാണ്. അത് ചെയ്യുന്ന ഒരു ആൺകുട്ടി ചെയ്യുന്നതാണ് പെൺകുട്ടി ആണായിട്ട് നിന്ന് ചെയ്യുന്നതിനെ കഴിഞ്ഞും പൗരുഷം തോന്നുക. അപ്പൊ സ്റ്റേജിൽ അവർക്ക് ഏത് ക്യാരക്ടർ കിട്ടുന്നു അത് പോർട്രേ ചെയ്യുക. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ആ ക്യാരക്ടർ അവിടെ ഉപേക്ഷിച്ചേക്കുക. ഇപ്പൊ ഒരു ദേവിയുടെ റോൾ ഒരു ആൺകുട്ടി ചെയ്യുമ്പം സ്റ്റേജിൽ ആ കുട്ടി ദേവിയായിട്ട് തന്നെ നിൽക്കണം. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ദേവിയുടെ ഒരു ഗസ്റ്ററും പോസ്റ്ററും പിടിച്ചാൽ ആളുകൾ ഈ പറഞ്ഞ പോലെ സ്ത്രൈണത ഡാൻസ് പഠിക്കാൻ പോയിട്ടാണ് സ്ത്രൈണത ആയത് എന്ന് പറയും.